ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് സോഷ്യലിസമാണ്. ദ ടേം സോഷ്യലിസം റിഫേഴ്സ് ടു എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഐഡിയോളജി ദാറ്റ് എംഫസൈസസ് കളക്റ്റീവ് ഓർ പബ്ലിക് ഓണർഷിപ്സ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ഫാക്ടറീസ്, ലാൻഡ് ആൻഡ് ടൂൾസ് വിത്ത് ദ ഗോൾ ഓഫ് എൻഷുറിങ് സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഡ്യൂസിങ് ഇൻഇക്വാളിറ്റി. അപ്പോൾ എന്താണ് ഈ സോഷ്യലിസം എന്നത് ഒരു രാഷ്ട്രീയ സാമ്പത്തിക ചിന്താഗതിയാണ്. എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഐഡിയോളജിയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താണ് പൊതു ഉടമസ്ഥത, പബ്ലിക് ഓണർഷിപ്പ്. പബ്ലിക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫാക്ടറികൾ, ലാൻഡ്സ് ആൻഡ് ടൂൾസ്, അതായത് എന്താണ് നമ്മുടെ ഫാക്ടറികളാകട്ടെ, കൃഷിഭൂമിയാകട്ടെ, വലിയ യന്ത്രങ്ങളാവട്ടെ തുടങ്ങിയ ഉൽപ്പാദന മാർഗ്ഗങ്ങൾ, ഇതിൻ്റെയൊക്കെ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വ്യക്തികളുടെ കൈകളിൽ മാത്രം എന്ത് ചെയ്യില്ലേ ഒതുങ്ങിക്കൂടരുത്. പകരം എന്താണ് അവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ പൊതു സ്വത്തായിരിക്കണം. അങ്ങനെ വന്നാലേ എന്ത് കിട്ടത്തുള്ളൂ, എല്ലാവർക്കും തുല്യമായ ക്ഷേമം വരും. അതുപോലെ തന്നെ സമൂഹത്തിലെ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ അസമത്വമൊക്കെ പരമാവധി കുറയുക ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻഇക്വാളിറ്റി കുറയ്ക്കുക. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ വരണം. അതിനു വേണ്ടിയിട്ട് ഫാക്ടറികൾ, കൃഷിഭൂമി, വലിയ യന്ത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പാദന മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികളുടെ കയ്യിൽ മാത്രമായിരിക്കില്ല. പകരം എന്താണ് അവർ സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ പൊതു സ്വത്ത് ആയിരിക്കണം. അപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരെയും തുല്യമായിട്ട് കാണുക, അസമത്വം കുറയ്ക്കുക. അടുത്തത്, സോഷ്യലിസം എമർജ്ഡ് ആസ് എ റെസ്പോൺസ് ടു ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എയിമിങ് ടു ക്രിയേറ്റ് എ മോർ ജസ്റ്റ് ആൻഡ് ഈക്വൽ സൊസൈറ്റി. അപ്പോൾ ഇത് പണ്ട് യൂറോപ്പിൽ വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഫാക്ടറികൾ, വലിയ വലിയ ഫാക്ടറികൾ വന്നു. അപ്പം അത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുകയും പണക്കാർ കൂടുതൽ പണക്കാരാവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എല്ലാവർക്കും നീതിയും സമത്വവും ഉള്ളൊരു സമൂഹം ഉണ്ടാക്കണം. എല്ലാവർക്കും നീതിയും സമത്വവും ഉള്ളൊരു സമൂഹം ഉണ്ടാക്കാനാണ് സോഷ്യലിസം രൂപപ്പെട്ടത്. അപ്പോൾ പണ്ട് യൂറോപ്പിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നു, വ്യവസായ വിപ്ലവം നടന്ന സമയത്ത് അന്ന് പാവപ്പെട്ടവർക്ക് കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം ബുദ്ധിമുട്ടിലായിരുന്നു. അതായത് അപ്പോൾ ആ സമയത്ത് പണക്കാരെന്ത് ചെയ്തു, ഓരോ പടി മുന്നോട്ട് വെച്ച് കൂടുതൽ പണക്കാരാകാനാണ് ശ്രമിച്ചത്. അങ്ങനെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എല്ലാവർക്കും നീതിയും സമത്വവും ഒക്കെ സമൂഹം ഉണ്ടാക്കാനാണ്, സമത്വമുള്ള ഒരു സമൂഹം ഉണ്ടാക്കണം. നീതി സമത്വമുള്ള ഒരു സമൂഹം ഉണ്ടാക്കാനാണ് എന്തിൻ്റെ ലക്ഷ്യം, സോഷ്യലിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ലീഡിങ് ടു എ സോഷ്യലിസം. സോഷ്യലിസത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ റിസൾട്ടഡ് ഇൻ വെൽത്ത് ഡിസ്പാരിറ്റി എൻറിച്ചിങ് എ ഫ്യൂ വൈൽ ഇംപോവേഴ്സിങ് മെനി. അപ്പോൾ ഈ വ്യവസായ വിപ്ലവത്തിൽ പറയുന്നു പെട്ടെന്നുള്ള വ്യവസായവൽക്കരണം, അതായത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ സമൂഹത്തിൽ വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമായി. ഇത് കുറച്ച് പേരെ അല്ലെങ്കിൽ ഫാക്ടറി ഉടമകളെ അതിസമ്പന്നരാക്കുകയും ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ ദരിദ്രരാക്കുകയും ചെയ്തു. അതാണ് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ പെട്ടെന്നുള്ള വ്യവസായവൽക്കരണം കാരണം സമൂഹത്തിൽ സംഭവിച്ചു, വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമായിട്ട് പണക്കാരല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഫാക്ടറി ഉടമകൾ മാത്രം റിച്ചായി അല്ലെങ്കിൽ പണക്കാരാവുകയും പാവപ്പെട്ടവർ അതിദരിദ്രാവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. അടുത്തത്, അപ്പം ഇത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഈ സോഷ്യലിസത്തിലേക്ക് നയിക്കാനുള്ളൊരു ഫാക്ടറാണ്. അടുത്തത്, ഒപ്പോസിഷൻ ടു ലിബറലിസം. ലിബറലിസത്തോടുള്ള എതിർപ്പ്. സോഷ്യലിസം കൗണ്ടേർഡ് ലിബറൽ ഇൻഡിവിജ്വലിസം ആൻഡ് ക്യാപിറ്റലിസം അക്യൂസ്ഡ് ഓഫ് പ്രയോറിറ്റൈസിങ് ഇൻഡിവിജ്വൽ റൈറ്റ് ഓവർ കളക്റ്റീവ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ലിബറലിസത്തിനോടുള്ള എതിർപ്പ് എന്ന് പറയുമ്പോൾ ലിബറലിസത്തിൻ്റെ
വ്യക്തികേന്ദ്രീകൃതമായ ആശയങ്ങൾക്കും മുതലാളിത്തത്തിനും എതിരെയാണ് സോഷ്യലിസം വന്നത്. അപ്പം ലിബറലിസത്തിൻ്റെ എന്താണ് വ്യക്തികേന്ദ്രീകൃതമായ ആശയങ്ങൾക്കും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസത്തിനും ക്യാപിറ്റലിസത്തിനും എന്ത് ചെയ്തു എതിരായിട്ടാണ് ആര് വരുന്നത്? സോഷ്യലിസം വരുന്നത്. അതായത് സമൂഹത്തിൻ്റെ പൊതുവായ ക്ഷേമത്തെക്കാൾ വ്യക്തിപരമായ അവകാശങ്ങൾക്ക് മാത്രം ലിബറലിസം മുൻഗണന കൊടുക്കുന്നു എന്ന് സോഷ്യലിസം കുറ്റപ്പെടുത്തി. അതായത് സമൂഹത്തിന് പൊതുവായിട്ടുള്ള ക്ഷേമം മാത്രം ആണ് എന്ത് ചെയ്യുന്നത്? ലിബറലിസം മുന്നോട്ട് കൊടുക്കുന്നത്. അല്ല, സമൂഹത്തിന് പൊതുവായ ക്ഷേമത്തെക്കാൾ സോഷ്യൽ വെൽഫെയറിനേക്കാൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ മുൻഗണന കൊടുക്കുന്നത് വ്യക്തിപരമായ അവകാശങ്ങൾക്ക് മാത്രം നൽകുന്നു എന്ന് സോഷ്യലിസം എന്ത് ചെയ്യുന്നു? കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒപ്പോസിഷൻ ടു ലിബറലിസം അല്ലെങ്കിൽ ലിബറലിസത്തോടുള്ള എതിർപ്പ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലിബറൽ ഇൻഡിവിജ്വലിസം ക്യാപിറ്റലിസത്തിനൊക്കെ എതിരായിട്ടാണ് ആര് വരുന്നത്? ഈ സോഷ്യലിസം വന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ വെൽഫെയറിനേക്കാളും ഓരോരുത്തരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഉയർച്ചയ്ക്കാണ് എന്ത് ചെയ്തത്? ഈ ലിബറലിസം മുൻഗണന കൊടുത്തതെന്ന് സോഷ്യലിസം എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തി. ഓക്കെ, അപ്പം ഇത് എന്ത് ചെയ്തു? സോഷ്യലിസത്തിലേക്ക് എത്താനുള്ള ഫാക്ടറായി മാറി, ഒപ്പോസിഷൻ ടു ലിബറലിസം. മൂന്നാമത്തത് പോവർട്ടി. ദ ഇൻഡസ്ട്രിയൽ ഏജ് ushered in വൈഡ് സ്പ്രെഡ് പോവർട്ടി among the working class, showcasing stark societal inequality. അപ്പം എന്താണ് ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ വ്യവസായ യുഗം തൊഴിലാളി വർഗത്തിനിടയിൽ വ്യാപകമായ ദാരിദ്ര്യം കൊണ്ടുവന്നു. അപ്പം ഈ തൊഴിലാളി യുഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യവസായ യുഗം എന്ന് പറയുന്നത് വ്യവസായ യുഗം എന്ന് പറയുന്നത് തൊഴിലാളി യുഗമല്ല, വ്യവസായ യുഗം, ഇൻഡസ്ട്രിയൽ ഏജ് എന്ത് ചെയ്തു? തൊഴിലാളികൾക്കിടയിൽ എന്ത് വളർത്തി? വ്യാപകമായ ദാരിദ്ര്യമാണ് കൊണ്ടുവന്നത്. ഇത് സമൂഹത്തിൽ നിലനിരുന്നതിൻ്റെ കടുത്ത അസമത്വത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏജിൽ ഏറ്റവും കൂടുതൽ എന്താണ് തൊഴിലാളി വർഗമാണ് ബുദ്ധിമുട്ടിയത്. അപ്പോൾ അത് തന്നെ സാമൂഹിക അസമത്വത്തെയായിരുന്നു എടുത്തു കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ലീഡിങ് ടു സോഷ്യലിസം ഏതാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഒപ്പോസിഷൻ ടു ലിബറലിസം, പോവർട്ടി. ഇത് മൂന്നുമാണ് നമ്മളിപ്പം നോക്കിയത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം? ഒന്നാമത്തത് പബ്ലിക് ഓണർഷിപ്പ്. Key industries and resources are owned and managed by the state or the community to ensure fair access and distribution. അപ്പോൾ എന്താണ് പൊതു ഉടമസ്ഥത അല്ലെങ്കിൽ പബ്ലിക് ഓണർഷിപ്പ്. പ്രധാനപ്പെട്ട വ്യവസായങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും ഗവൺമെൻറ്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമായിരിക്കും. അപ്പോൾ എന്താണ് പൊതുവായ അല്ലെങ്കിൽ ഉടമസ്ഥത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ അതുപോലെ തന്നെ വിഭവങ്ങളെ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയിലും അതുപോലെ തന്നെ നിയന്ത്രണത്തിലുമായിരിക്കും. വിഭവങ്ങൾ എല്ലാവർക്കും കൃത്യമായും ന്യായമായും ലഭ്യമാകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വിഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമായും ലാഭമായും എന്താണ് ന്യായമായി ലഭിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2. സെൻട്രൽ പ്ലാനിങ്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ത്രൂ എ planned approach aiming to meet social needs rather than generate profits. അപ്പോൾ എന്താണ് കേന്ദ്രീകൃത ആസൂത്രണം അല്ലെങ്കിൽ സെൻട്രൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെയാണ് നടത്തുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് നടത്തുന്നത്. ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് എയിമിങ് ടു സോഷ്യൽ നീഡ്സ്. അവർക്ക് അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പകരം എന്താണ് സോഷ്യൽ നീഡ്സ്, സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സെൻട്രൽ പ്ലാനിങ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് എപ്പോഴും ഒരു പ്ലാൻഡ് അപ്രോച്ചിലൂടെ ആയിരിക്കും പോകുന്നത്. അതൊരിക്കലും ലാഭം ഉണ്ടാക്കാനല്ല, മറിച്ച് എയിമിങ് ടു മീറ്റ് സോഷ്യൽ നീഡ്സ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആണ്. അടുത്തത് എക്കണോമിക് ഇക്വാളിറ്റി. Socialism focuses on reducing income and wealth disparities, ensuring basic needs like education, health and housing are met for all. അപ്പോൾ എക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമത്വമാണ്. അതായത് വരുമാനത്തിലും സമ്പത്തിലുമുള്ള വലിയ വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിലാണ് സോഷ്യലിസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ വരുമാനത്തിലും സമ്പത്തിലുമുള്ള വലിയ വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിനാണ്
എന്താണ് സോഷ്യലിസം എന്ത് ചെയ്യുന്നത്, ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. അപ്പോൾ എക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത്, സാമ്പത്തിക സമത്വം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വരുമാനത്തിലോ സമ്പത്തിലോ ഉള്ള വലിയ എന്താണ് വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിലാണ് സോഷ്യലിസം എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിങ് ഇതെല്ലാം എന്താണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന എന്താണ് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. അത് ലഭിക്കുന്നുണ്ടെന്നാണ് എന്തുറപ്പാക്കുന്നത്, ഈ സോഷ്യലിസം ഉറപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. എന്താണ് പബ്ലിക് ഓണർഷിപ്പ്, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പബ്ലിക് ഓണർഷിപ്പ്, സെൻട്രൽ പ്ലാനിങ്, എക്കണോമിക് ഇക്വാളിറ്റി. പബ്ലിക് ഓണർഷിപ്പിൽ എന്താണ് പറയുന്നത്, എന്താ പറയുന്നത് നമ്മൾ? പബ്ലിക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പൊതു ഉടമസ്ഥതയാണ്. പ്രധാനപ്പെട്ട വ്യവസായങ്ങളും വിഭവങ്ങളും ഗവൺമെൻറ്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ എന്തായിരിക്കും, നിയന്ത്രണത്തിലും ഒക്കെ ആയിരിക്കും, ഉടമസ്ഥതയിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിഭവങ്ങളെല്ലാം എല്ലാവർക്കും എന്താണ് കൃത്യമായി ന്യായമായി ലഭിക്കുവാൻ അല്ലെങ്കിൽ ലഭ്യമാകാനുള്ള ഇതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സെൻട്രൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത എന്താണ് ആസൂത്രണമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ നമുക്ക് ലാഭമല്ല നമ്മൾ നോക്കുന്നത്, പക്ഷെ എന്താണ് ആ ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തിക സമത്വമാണ്. അതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ വലിയ ഒരു എന്താണ് വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിലാണ് സോഷ്യലിസം ഫോക്കസ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ് ഇതുപോലുള്ള ബേസിക് നീഡ്സാണ് എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്ത ഫീച്ചർ നമുക്ക് നോക്കാം. ആബ്സെൻസ് ഓഫ് ക്ലാസ് പ്രിവിലേജ്. ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി are considered equal. No group enjoys inherited advantages in term of wealth or power. അപ്പോൾ എന്താണ് ആബ്സെൻസ് ഓഫ് ക്ലാസ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ വർഗ ആനുകൂല്യങ്ങളുടെ അഭാവം. വർഗ ആനുകൂല്യങ്ങളുടെ അഭാവമാണ് ആബ്സെൻസ് ഓഫ് ക്ലാസ് പ്രിവിലേജ് എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായി കണക്കാക്കുന്നു. അപ്പോൾ ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി ആർ കൺസിഡർ ഈക്വൽ. അപ്പം സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും അല്ലെങ്കിൽ ജനങ്ങളെയും, വിഭാഗത്തിലുള്ള ജനങ്ങളെയും തുല്യരായി കാണുന്നു. പണത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പേരിൽ ഒരു കൂട്ടർക്കും പാരമ്പര്യമായി ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഉണ്ടായിരിക്കില്ല. അപ്പം പണത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പേരിൽ എന്താണ് ഒരു കൂട്ടർക്കും പാരമ്പര്യമായിട്ട് കിട്ടുന്ന പ്രത്യേക ആനുകൂല്യങ്ങളോ അതായത് അവകാശങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല, ഉണ്ടായിരിക്കത്ത് ഇല്ല. ഇതാണ് മെയിൻ ഫീച്ചർ സോഷ്യലിസത്തിന്. അതുപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻ. ദ സ്റ്റേറ്റ് പ്ലേസ് ആൻ active role in controlling prices, wages and production, reducing competition and monopolies. അപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻസ് എന്താണ്, സർക്കാർ നിയന്ത്രണം, സാധനങ്ങളുടെ വില, തൊഴിലാളികളുടെ ശമ്പളം, ഉൽപ്പാദനം എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ്റാണ് സജീവമായി പങ്കുവഹിക്കുന്നത്. ഇത് വിപണിയിലെ അനാവശ്യ മത്സരങ്ങൾക്കും കുത്തകകളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് റെഗുലേഷൻ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് കൺട്രോളിങ് പ്രൈസസ്, വേജസ്, പ്രൊഡക്ഷൻ, റെഡ്യൂസിങ് കോമ്പറ്റീഷൻസ്. അപ്പം എന്താണ് ഈ പ്രൊഡക്ഷൻ ആവട്ടെ, വേജസ് ആവട്ടെ, പ്രൈസസ് ആവട്ടെ, ഇതെല്ലാം നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ എന്താണ് അനാവശ്യ മത്സരങ്ങൾ, കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ട് കോമ്പറ്റീഷൻസ്, മൊണോപോളീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുത്തകകൾ. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇല്ലാതെ ആക്കുന്നു. ഓക്കെ, ഇനി പറയുന്നതെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് സോഷ്യലിസം ആണ്. ടൈപ്സ് ഓഫ് സോഷ്യലിസം അഥവാ എന്താണ് സോഷ്യലിസത്തിൻ്റെ തരങ്ങൾ. എത്ര തരം സോഷ്യലിസം ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡെമോക്രാറ്റിക് സോഷ്യലിസം. എന്താണ്? Here, democratic principles coexist with social ownership, emphasizing the importance of a democratically elected government in managing production means. അപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ജനാധിപത്യ തത്വങ്ങൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, അതുപോലെ സോഷ്യൽ ഓണർഷിപ്പ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കോ എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇത്. ഉൽപാദന ഉപാധികൾ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നതിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാതിനിധ്യത്തെ ഇത് ഊന്നി പറയുന്നു. അതായത്
നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ജനാധിപത്യ തത്വങ്ങളും വിഭവങ്ങളും പൊതു ഉടമസ്ഥതയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നിയന്ത്രിക്കുന്നതിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് കാണും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രാതിനിധ്യത്തെയാണ് ഇത് ഊന്നി പറയുന്നത്. അതാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. അത് ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത് ഓരോ കാര്യങ്ങൾ. അതാണ് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസും സോഷ്യൽ ഓണർഷിപ്പും ഒക്കെ എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണിത്. അതിൽ ഒരു ഉൽപ്പാദന ഉപാധികൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്തു, ജനാധിപത്യപരമായി ഇലക്ട് ചെയ്ത ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാതിനിധ്യത്തെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഊന്നി പറയുന്നത്. emphasizing the importance of a democratic elected government in managing production means. Okay, അടുത്തത് കീ പ്രൊപ്പോണൻസ് എഡ്വേർഡ് ബേൺസ്റ്റൈൻ, ബെർണി സാൻഡേഴ്സ്. അപ്പോൾ എന്താണ് പ്രധാന വക്താക്കൾ? ഇത് പറഞ്ഞ പ്രധാന വക്താക്കൾ ആരൊക്കെയാണ്? എഡ്വേർഡ് ബേൺസ്റ്റീനും ബെർണി സാൻഡേഴ്സും ആണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് സോഷ്യലിസമാണ് revolutionary socialism. This form posits that socialism can only arise after overthrowing capitalism with workers owning and centrally planning production means. അപ്പോൾ റെവല്യൂഷണറി സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്, മുതലാളിത്തത്തെ വിപ്ലവത്തിലൂടെ പൂർണ്ണമായി അട്ടിമറിച്ചാൽ മാത്രമേ സോഷ്യലിസം കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഈ രൂപം വാദിക്കുന്നു. അതായത് മുതലാളിത്തം, ക്യാപിറ്റലിസത്തെ എന്ത് ചെയ്യുന്നു, വിപ്ലവത്തിലൂടെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തണം, എന്നാൽ മാത്രമേ സോഷ്യലിസം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ഇതെന്ത് ചെയ്യുന്നത്, ഊന്നിപ്പറയുന്നത് അല്ലെങ്കിൽ ഈ രൂപം വാദിക്കുന്നത്. ഇതിൽ തൊഴിലാളികൾ ഉൽപ്പാദന മാർഗങ്ങൾ സ്വന്തമാക്കുകയും കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇതിൽ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദന മാർഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു, സ്വന്തമാക്കുകയും അതുപോലെ കേന്ദ്രീകൃതമായിട്ട് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അതായത് നല്ലതായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, റെവല്യൂഷണറി സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസത്തിനെ അടിച്ചമർത്തിയിട്ട് സോഷ്യലിസം കൊണ്ടുവരാൻ, ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തത്തെ അടിച്ചമർത്തിയാൽ മാത്രമേ ഇവിടെ സോഷ്യലിസം കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കീ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, വക്താക്കൾ ആരൊക്കെയാണ്? കാൾ മാർക്സും വ്ളാഡിമിർ ലെനിനുമാണ്. വ്ളാഡിമിർ ലെനിനും കാൾ മാർക്സും ആണ് ഈ റെവല്യൂഷണറി സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. അടുത്ത സോഷ്യലിസം ഏതാണ്? Libertarian socialism. This ideology believes in people's rational, autonomous and self-determining nature, suggesting that free from capitalism, people will naturally lean towards a socialist society promoting equality. അപ്പോൾ എന്താണ് ലിബർട്ടേറിയൻ സോഷ്യലിസം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ യുക്തിചിന്ത, അതുപോലെ സ്വയം ഭരണാധികാരം, സ്വയം നിർണയ സ്വഭാവം എന്നിവയിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഇത്. അപ്പോൾ എന്താണ് ലിബറേറ്റേറിയൻ സോഷ്യലിസത്തിൽ എന്താ പറയുന്നത്? മനുഷ്യൻ്റെ യുക്തിചിന്ത, പീപ്പിൾസ് റാഷണൽ, ഓട്ടോണോമസ്, സെൽഫ് ഡിറ്റർമിനിങ് നേച്ചർ, ഇതെല്ലാം സ്വയം നിർണയ സ്വഭാവം എന്നിവയെല്ലാം എന്തിലേക്കാണ്, എന്താണ് വിശ്വസിക്കുന്നത്, എന്നിവയിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണിതെന്ന് പറയുന്നത് സോഷ്യലിസം. അപ്പം എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ സ്വാധീനമില്ലെങ്കിൽ മനുഷ്യർ സ്വാഭാവികമായും സമത്വം മുൻനിർത്താനുള്ള ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് നീങ്ങുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്, മുതലാളിത്തത്തിന് സ്വാധീനമില്ലെങ്കിൽ മനുഷ്യർ സ്വാഭാവികമായും സമത്വം മുൻനിർത്തിയിട്ട് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇതെന്ത് ചെയ്തത്, ടുവേർഡ്സ് പീപ്പിൾ വിൽ നാച്ചുറലി ലീൻ ടുവേർഡ്സ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി പ്രൊമോട്ടിങ് ഇക്വാളിറ്റി. അപ്പോൾ എന്താണ്, ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിലേക്ക് പീപ്പിൾ നാച്ചുറലി എന്ത് ചെയ്യും, ലീൻ ചെയ്യും. എന്തിന് സ്വാധീനമില്ലെങ്കിൽ, ക്യാപിറ്റലിസത്തിന് സ്വാധീനമില്ലെങ്കിൽ. അപ്പോൾ ലിബർട്ടേറിയൻ സോഷ്യലിസത്തിൽ പറയുന്നത് ദിസ് ഐഡിയോളജി ബിലീവ്സ് ഇൻ പീപ്പിൾസ് റാഷണൽ, ഓട്ടോണോമസ്, സെൽഫ് ഡിറ്റർമിനിങ് നേച്ചർ ലീഡ്സ് എന്തിലേക്ക്, ഇതെന്ത് ചെയ്യുന്നു, ക്യാപിറ്റലിസത്തിൻ്റെ അടിച്ചമർത്തലുകൾ അല്ലെ ക്യാപിറ്റലിസത്തിൻ്റെ സ്വാധീനമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു,
ഇത് ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പീപ്പിൾ വിൽ നാച്ചുറലി ലീൻ ടുവേർഡ്സ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി, ഒരു സാമൂഹിക ഒരു എന്താണ് സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് എന്ത് ചെയ്യും, ഇത് നീങ്ങുമെന്നാണ് ലിബർട്ടേറിയൻ സോഷ്യലിസം പറയുന്നത്. ഇതിൻ്റെ കീ പ്രൊപ്പോണൻസ് ആരൊക്കെയാണ്? മിഖായൽ ബഗുനിൻ ആൻഡ് പീറ്റർ ക്രോപ്പോട്കിൻ. അപ്പോൾ മിഖായൽ ബഗുനിൻ ആൻഡ് പീറ്റർ ക്രോപ്പോട്കിനാണ് എന്ത് ഇതിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് സോഷ്യലിസം. ദ വർക്കേഴ്സ് ഓൺ പ്രൊഡക്ഷൻ മീൻസ് ആൻഡ് ഡിസൈഡഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. സർപ്ലസ് പ്രൊഡക്ഷൻ കുഡ് എയ്തർ ബി സോൾഡ് ഓൺ ദ ഫ്രീ മാർക്കറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സൊസൈറ്റി. അപ്പോൾ മാർക്കറ്റ് സോഷ്യലിസം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ തൊഴിലാളികൾ തന്നെയാണ് ഉൽപ്പാദന ഉപാധികൾ സ്വന്തമാക്കുന്നത്, ഉൽപ്പന്നങ്ങളുടെ വിതരണം തീരുമാനിക്കുന്നത്. അപ്പം വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഓൺ പ്രൊഡക്ഷൻ മീൻസ് ഡിസൈഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, വർക്കേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ തൊഴിലാളികൾ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ഉൽപ്പന്നങ്ങളുടെ വിതരണം തീരുമാനിക്കുന്നതും എല്ലാം എന്താണ്, വർക്കേഴ്സ് തന്നെയാണ്. സർപ്ലസ് പ്രൊഡക്ഷൻ കുഡ് എയ്തർ ബി സോൾഡ് ഓൺ ദ ഫ്രീ മാർക്കറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സൊസൈറ്റി. അധികം വരുന്ന ഉൽപ്പാദനം സ്വതന്ത്ര വിപണിയിൽ അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റിൽ വിൽക്കുകയോ അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ വിതരണം ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ എന്താണ് പറയുന്നത്, അധികം വരുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അധികം വരുന്ന ഉൽപ്പാദനം എന്ത് ചെയ്യും, സ്വതന്ത്ര വിപണിയിൽ ഫ്രീ മാർക്കറ്റിൽ സോൾഡ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്യാമെന്നാണ് പറയുന്നത് മാർക്കറ്റ് സോഷ്യലിസം. ഇതിൻ്റെ പ്രൊപ്പോണൻസ് ആരൊക്കെയാണ്? ഓസ്കാർ ലാംഗെ, അലക് നോവും. ഓസ്കാർ ലാംഗെയും അലക് നോവുമാണ് ഇതിൻ്റെ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് സോഷ്യലിസത്തിൽ തന്നെ എന്താണ്, ഗ്രീൻ സോഷ്യലിസവും ഉണ്ട്. ഗ്രീൻ സോഷ്യലിസം പ്രയോറിറ്റൈസിങ് ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ദിസ് ഫോം സപ്പോർട്ട് public ownership of major corporations, public transit and locally sourced food, ensuring everyone has access to basic resources. അപ്പോൾ എന്താണ് ഗ്രീൻ സോഷ്യലിസം പറയുന്നത്, പ്രകൃതി വിഭവങ്ങളുടെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ കൺസർവേഷനും മുൻഗണന നൽകുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രീൻ സോഷ്യലിസം എന്ന് പറയുന്നത്. അതായത് വൻകിട കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മേജർ കോർപ്പറേഷൻസ്, പബ്ലിക് ട്രാൻസിറ്റ് പൊതുഗതാഗതം, ലോക്കലി സോഴ്സ്ഡ് ഫുഡ് പ്രാദേശിക ഭക്ഷണം എന്നിവ എന്ത് ചെയ്യുന്നു, പൊതു ഉടമസ്ഥതയിലാക്കാൻ ഇത് ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്താണ് ഗ്രീൻ സോഷ്യലിസം എന്ന് പറയുന്നത്? ഗ്രീൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കൺസർവേഷനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ സോഷ്യലിസമാണ് ഗ്രീൻ സോഷ്യലിസം. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, മേജർ കോർപ്പറേഷനെയും പബ്ലിക് ട്രാൻസ്പോർട്ടും ലോക്കലി സോഴ്സ്ഡ് ഫുഡ്, അതായത് എന്താണ് വൻകിട കോർപ്പറേഷനുകൾ, പൊതുഗതാഗതം, പ്രാദേശിക ഭക്ഷണം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കാൻ എന്ത് ചെയ്യുന്നു, ഇത് ആവശ്യപ്പെടുന്നു. അതാണ് ഗ്രീൻ സോഷ്യലിസം എന്ന് പറയുന്നത്. കീ പ്രൊപ്പോണൻ്റ് ആരൊക്കെയാണ്? മുറൈ ബുക്ചിൻ, ജോയൽ കോവൽ. മുറൈ ബുക്ചിനും ജോയൽ കോവലുമാണ് ഇതിൻ്റെ എന്ത് കീ പ്രൊപ്പോണൻസ് അല്ലെങ്കിൽ പ്രധാന വക്താക്കൾ എന്ന് പറയുന്നത്. അടുത്തത് ക്രിസ്ത്യൻ സോഷ്യലിസമാണ്. ക്രിസ്ത്യൻ സോഷ്യലിസം, ദിസ് പെർസ്പെക്റ്റീവ് ഇൻ്റർപ്രറ്റ്സ് ക്രിസ്ത്യൻ ടീച്ചിങ് ഓൺ ബ്രദർഹുഡ് ആസ് അലൈൻ വിത്ത് ദ വാല്യൂസ് ഓഫ് സോഷ്യലിസം. അപ്പോൾ ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്, സാഹോദര്യത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ പഠനങ്ങളും സോഷ്യലിസത്തിൻ്റെ മൂല്യങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നു എന്നൊരു കാഴ്ചപ്പാടാണ്. അതായത് ബ്രദർഹുഡ് ടീച്ച് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നിന്നെപ്പോലെ തന്നെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, അങ്ങനെ ഒരു സഹോദര സ്നേഹം അല്ലെങ്കിൽ ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു സാഹോദര്യം, അതേക്കുറിച്ച് ക്രിസ്തീയ പഠനങ്ങളും അതുപോലെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും എന്ത് ചെയ്യുന്നു, പരസ്പരം പൊരുത്തപ്പെടുത്തുന്നു എന്ന കാഴ്ചപ്പാടാണ് ക്രിസ്ത്യൻ സോഷ്യലിസത്തിൽ വരുന്നത്. ഇതിൻ്റെ കീ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് ആരാണ്? FD മോറിസും അതുപോലെ തന്നെ അഡോൾഫ് കോൾപിങ്ങുമാണ്. FD മോറിസും അഡോൾഫ് കോൾപിങ്ങുമാണ് എന്ത് ഇതിൻ്റെ വക്താക്കൾ, ക്രിസ്ത്യൻ സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്?
Utopian socialism. Utopian socialism. This visionary socialism form seeks to achieve equality peacefully through the creation of experimental societies. അപ്പം എന്താണ് ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് തികച്ചും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പരീക്ഷണാത്മക സമൂഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും സമത്വം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവാത്മകമായ ഒരു രൂപമാണ്. അതായത് എന്താണ് തികച്ചും പീസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് വഴിയും അതുപോലെ തന്നെ എക്സ്പീരിമെൻ്റൽ സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും സമത്വം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷണറി ആയിട്ടുള്ള ഒരു സോഷ്യലിസത്തിൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യലിസം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. അതായത് സമാധാനപരമായ മാർഗങ്ങളിലൂടെയും അതുപോലെ തന്നെ പരീക്ഷണാത്മകമായ, അതായത് എക്സ്പെരിമെൻ്റൽ സൊസൈറ്റിയിലൂടെയും എന്താണ് ക്രിയേറ്റ് ചെയ്ത ഒരു സമത്വം, ഒരു ഇക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷണറി സോഷ്യലിസമാണ് ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. കീ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഹെൻറി ഡി സെൻറ്റ് സൈമൺ, അതുപോലെ തന്നെ ചാൾസ് ഫ്യൂറിയറും ഹെൻറി ഡി സെൻറ്റ് സൈമണുമാണ് ഇതിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ കീ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഫാബിയൻ സോഷ്യലിസം. Championed by the late 20th century British Fabian Society, this variant promotes a gradual transition to socialism via peaceful, legal and electoral means. അപ്പോൾ എന്താണ് ഫാബിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഫേബിയൻ സൊസൈറ്റി മുന്നോട്ട് വെച്ച ചിന്താഗതിയാണ്. അപ്പം 20ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനം ബ്രിട്ടീഷ് ഫേബിയൻ സൊസൈറ്റി മുന്നോട്ട് വെച്ച ചിന്താഗതിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് സമാധാനപരവും നിയമപരവുമായ മാർഗങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പിലൂടെയും എന്താണ് പടിപടിയായിട്ട് സോഷ്യലിസത്തിലേക്ക് മാറുക എന്നതാണ് ഇതിന് ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്താണ് സമാധാനമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടും ലീഗലായിട്ടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലൂടെയും എന്താണ് പടിപടിയായിട്ട് എന്ത് ചെയ്യുക സോഷ്യലിസത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഫാബിയൻ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കീ പ്രൊപ്പോണൻസ് ആരൊക്കെയാണ്? ജോർജ് ബെർണാഡ് ഷാ, അതുപോലെ സിഡ്നി ആൻഡ് ബിയാട്രിസ് വെബ്. അപ്പോൾ എന്താണ് ജോൺ ബെർണാഡ് ഷോ, അതുപോലെ തന്നെ ഷാ, സിഡ്നി ആൻഡ് ബിയാട്രിസ് വെബ് എന്ന 2 പേരാണ് ഇതിൻ്റെ കീ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം ഓഫ് സോഷ്യലിസം. എന്താണ് ക്രിറ്റിസിസം ഓഫ് സോഷ്യലിസം എന്ന് പറയുന്നത്? സോഷ്യലിസത്തിൻ്റെ വിമർശനങ്ങളാണ്. അപ്പം നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്. ക്രിറ്റിക്സ് ആർഗ്യൂ ദാറ്റ് സോഷ്യലിസം ലാക്സ് ആൻ ഇൻസെൻറ്റീവ് ഫോർ ഹാർഡ് വർക്ക് ആൻഡ് ഇന്നോവേഷൻ സിൻസ് വെൽത്ത് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഒന്നാമത്തെയാണ് ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. പ്രോത്സാഹനത്തിൻ്റെ കുറവ്, അതാണ് ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. സമ്പത്ത് എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുന്നതിനാൽ കഠിനാധ്വാനം ചെയ്യാനോ പുതിയ കണ്ടുപിടുത്തൽ നടത്താനോ ഉള്ള വ്യക്തിപരമായ താല്പര്യം സോഷ്യലിസത്തിൽ കുറവായിരിക്കുമെന്ന് വിമർശനങ്ങൾ വാദിക്കുന്നു. അപ്പം എന്താണ് എല്ലാവർക്കും സമ്പത്ത് തുല്യമായിട്ട് വിതരണം ചെയ്യുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്യാനോ ആൾക്കാർക്ക് മടിയാവും, പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനോ ഒക്കെ മടിയാവും. അങ്ങനെ എന്താണ് വ്യക്തിപരമായ താല്പര്യം സോഷ്യലിസത്തിൽ കുറവായിരിക്കും എന്നാണ് എന്ത് പറയുന്നത് വിമർശിക്കുന്നത്. അതായത് എന്താണ് നമ്മൾ ഈ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും സോഷ്യലിസത്തിൽ ഒരുപോലെയാണ്. എല്ലാവർക്കും പണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പിന്നീട് മേലല്ലെങ്കിൽ പണി ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനോ ഒന്നും ഉള്ളൊരു താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അതെന്താണ് സോഷ്യലിസത്തിൽ ഇങ്ങനെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളോ അതുപോലെ തന്നെ വ്യക്തിപരമായ താല്പര്യം ഒന്നും സോഷ്യലിസത്തിൽ എന്തായിരിക്കും ഉണ്ടാവത്തില്ല എന്ന് എന്താണ് വ്യക്തിപരമായ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളോ ഒന്നും നടക്കില്ല എന്ന് സോഷ്യലിസത്തെ വിമർശിക്കുന്നുണ്ട്. അടുത്തത് എക്കണോമിക് ഇൻഎഫിഷ്യൻസി. സെൻട്രൽ പ്ലാനിംഗ് may lead to resource misallocation and inefficiency, critics suggest, due to lack of market price signals. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എക്കണോമിക് ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക കാര്യക്ഷമത ഇല്ലായ്മ.
അതായത് മാർക്കറ്റ് പ്രൈസ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ വിപണിയിലെ വില നിലവാര സൂചികയാണ് ഈ മാർക്കറ്റ് പ്രൈസ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ, മാർക്കറ്റ് പ്രൈസ് സിഗ്നൽസ് ഇല്ലെങ്കിൽ ഈ എന്താണ് സെൻട്രൽ പ്ലാനിങ്ങിലുള്ള വിഭവങ്ങളുടെ തെറ്റായ വിനിയോഗത്തിലും സാമ്പത്തിക തകർച്ചയിലും നയിച്ചേക്കാമെന്ന് വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു വിപണിയിലെ വില നിലവാര സൂചനകൾ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇല്ല, അതിന് മാർക്കറ്റ് പ്രൈസ് സിഗ്നൽസ് ഇല്ല, അതുപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണം ഇല്ല, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, തെറ്റായിട്ടുള്ള എന്താണ് വിനിയോഗത്തിലും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചേക്കും. അങ്ങനെയുള്ള വിമർശനങ്ങളും സോഷ്യലിസത്തിനെതിരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക് ഇൻഎഫിഷ്യൻസിയും ലാക്ക് ഓഫ് ഇൻസെൻറ്റീവും. ഓക്കെ, അടുത്തത് എന്താണ് വരുന്നത്? പൊട്ടൻഷ്യൽ ഫോർ ഗവൺമെൻറ് അബ്യൂസ്. അത് എന്താണ്? സർക്കാർ അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത. അതാണ് പൊട്ടൻഷ്യൽ ഫോർ ഗവൺമെൻറ് അബ്യൂസ്. വിത്ത് ഇമ്മൻസ് പവേഴ്സ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ദർ ഈസ് എ റിസ്ക് ഓഫ് മിസ്യൂസ് ലീഡിങ് ടു ഓതറിറ്റേറിയൻ റിഗിംസ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഫോർ ഗവൺമെൻറ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ സർക്കാർ അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയാണ് പൊട്ടൻഷ്യൽ ഫോർ ഗവൺമെൻറ് അബ്യൂസ് എന്ന് പറഞ്ഞത്. എന്താണ്? എല്ലാ അധികാരങ്ങളും സർക്കാരിൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനും സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നയിക്കാനുമുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പം എന്താണ്? എല്ലാ അധികാരവും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റിലാണ്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അതെന്താണ് സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് അത് എന്ത് ചെയ്യുക നയിക്കാനുമുള്ള വലിയ സാധ്യത ഇതിലുണ്ട് എന്നാണ് സോഷ്യലിസത്തിനെതിരായിട്ട് വന്ന അടുത്ത ഒരു വിമർശനം. അതാണ് പൊട്ടൻഷ്യൽ ഫോർ ഗവൺമെൻറ് അബ്യൂസ്. ഗവൺമെൻറ്റിൻ്റെ അബ്യൂസ്, ഗവൺമെൻറ് ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പവറെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിലാണ്. അങ്ങനെ വരുമ്പോഴത്തേനും അത് മിസ്യൂസ് ചെയ്യാനും അത് സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നയിക്കാനും കാരണമാകാം എന്നും എന്താണ് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. സോഷ്യലിസത്തെ. അടുത്തത് ലിമിറ്റഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ക്രിട്ടിക്സ് ക്ലെയിം ദാറ്റ് സോഷ്യലിസം കുഡ് സർപ്രസ് ഇൻഡിവിജ്വൽ ഫ്രീഡംസ് ഇൻ ഫേവർ ഓഫ് കളക്റ്റീവ് സോഷ്യൽ റൈറ്റ്സ്. അപ്പോൾ എന്താണ്? പരിമിതമായ വ്യക്തിഗത ആവശ്യങ്ങളാണ് ലിമിറ്റഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അതായത് എന്താണ്? അവകാശങ്ങൾ സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ സോഷ്യലിസം വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തിയേക്കാമെന്ന് വിമർശകർ വാദിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സോഷ്യലിസം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ്. വ്യക്തിപരമായ കാര്യങ്ങളെ എന്ത് ചെയ്യുക, മാറ്റി വെച്ചിട്ട് പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യമാണ് സോഷ്യലിസം. അപ്പോൾ അതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? നമ്മൾ സോഷ്യലിസത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ എന്താണ് പൊതുവായ താല്പര്യങ്ങൾക്ക്, സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ എന്താണ് സ്വാതന്ത്ര്യങ്ങളെ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തുകയാണ് സോഷ്യലിസം എന്ന് കുറച്ച് വിമർശകർ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മറി. സോഷ്യലിസം എറോസ് ആസ് എ റെസ്പോൺസ് ടു ദ ഹാർഡ്ഷിപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എയിമിംഗ് ടു ക്രിയേറ്റ് എ മോർ ഈക്വൽ ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ എറോസ് അല്ലെങ്കിൽ ഉത്ഭവം എന്ന് പറയുന്നത് എന്താണ്? വ്യവസായ മുതലാളിത്തം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വരുത്തി വെച്ച കഷ്ടപ്പാടുകൾക്കുള്ള മറുപടി അല്ലെങ്കിൽ റെസ്പോൺസ് ആയിട്ടാണ് എന്ത് വരുന്നത്? സോഷ്യലിസം രൂപപ്പെട്ടത്. കൂടുതൽ സമത്വവും മാനുഷിക മൂല്യങ്ങളുമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് സോഷ്യലിസത്തിൻ്റെ ഉത്ഭവം വരുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ വ്യവസായ മുതലാളിത്തം വരുത്തി വെച്ച കഷ്ടപ്പാടുകൾക്കുള്ളൊരു മറുപടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സോഷ്യലിസം ഉത്ഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? കൂടുതൽ സമത്വവും അതുപോലെ തന്നെ എന്ത് മൂല്യങ്ങളാണ്? മനുഷ്യ മൂല്യങ്ങളുമുള്ള ഒരു സമൂഹത്തെ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക എന്നാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് എന്ത് ചെയ്യുന്നത്? സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സോഷ്യലിസം എറോസ് എ റെസ്പോൺസ് ടു ദ ഹാർഡ്ഷിപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എയിമിംഗ് ടു ക്രിയേറ്റ് എ എന്താണ്? മോർ ഈക്വൽ ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. അടുത്തത്, വൈൽ ഇറ്റ് ഓഫേഴ്സ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് കളക്റ്റീവ് വെൽഫെയർ, ക്രിട്ടിക്സ് പോയിന്റ് ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻഎഫിഷ്യൻസീസ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പവർ. അപ്പോൾ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അതായത് സാമ്പത്തിക നീതിക്കും പൊതുക്ഷേമത്തിനും വേണ്ടിയുള്ള സുപ്രധാന മാർഗങ്ങൾ സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിലെ കാര്യക്ഷമതയില്ലായ്മയും ഭരണാധികാരം ഒരുമിച്ച് കേന്ദ്രീകരിക്കുന്നതെയും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് സാമ്പത്തിക നീതിയും അതുപോലെ തന്നെ പൊതുക്ഷേമവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലിസത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, കാര്യക്ഷമതയില്ലായ്മ, പൊട്ടൻഷ്യൽ ഇൻഎഫിഷ്യൻസിയും അതുപോലെ തന്നെ എന്താണ് പവർ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇല്ലാത്തതിനെ എന്ത് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ക്രിട്ടിക്സ് ആയിട്ട് അല്ലെങ്കിൽ വിമർശനമായിട്ട് എന്താണ് ഈ സോഷ്യലിസത്തിന് വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് എന്താണ്, എന്തൊക്കെയില്ല, പൊട്ടൻഷ്യൽ ഇൻഎഫിഷ്യൻസിയും കോൺസെൻട്രേഷൻ ഓഫ് പവറും ഇല്ല എന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. എക്കണോമിക് ജസ്റ്റിസും കളക്റ്റീവ് വെൽഫെയറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും കേന്ദ്രീകൃത ഭരണാധികാരവും അതുപോലെ കാര്യക്ഷമതയില്ലായ്മയും ഒക്കെ എന്താണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, ഓവർ ടൈം ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യലിസം ഹാവ് എമർജ്ഡ് ഫ്രം ഡെമോക്രാറ്റിക് മോഡൽസ് ടു റാഡിക്കൽ ആൻഡ് റെവല്യൂഷണറി ഐഡിയോളജീസ് ഷേപ്പിംഗ് പൊളിറ്റിക്സ് അക്രോസ് ദി വേൾഡ്. അപ്പം എന്താണ് പറയുന്നത്, കാലക്രമേണ ജനാധിപത്യ മാതൃകകൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മോഡൽസ് മുതൽ തീവ്ര വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ റാഡിക്കൽ റെവല്യൂഷണറി ഐഡിയോളജീസ് വരെയുള്ള വിവിധ തരം സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഉയർന്നു വരികയും അവ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ കാലക്രമേണ ഈ സോഷ്യലിസത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, മെർജ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, ഡെമോക്രാറ്റിക് മോഡൽസിൽ നിന്ന് റാഡിക്കൽ റെവല്യൂഷണറി ഐഡിയോളജീസ് വരെയുള്ള വിവിധ തരം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യലിസം എന്ത് ചെയ്യുന്നുണ്ട്, എറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവ എന്ത് ചെയ്യുന്നുണ്ട്, ലോകമെമ്പാടുമുള്ള അക്രോസ് ദി വേൾഡ്, ലോകമെമ്പാടുമുള്ള പൊളിറ്റിക്സിനെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ സോഷ്യലിസത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.